എൻ്റെ പേര് ജോമി, ഇതെൻ്റെ മകൻ ജോർജ്. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വലിയ അനുഭവവും അത്ഭുതവും മാതാവ് തന്നതിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, സാക്ഷ്യം പറയാനാണ്. ഇപ്പോൾ എൻ്റെ മകനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ PG MD മെഡിസിനിൽ പഠിക്കുന്നു. ഇപ്പോൾ 3rd ഇയറായി. അതിലേക്ക് വരാനുണ്ടായ ഒരു അത്ഭുതത്തെപ്പറ്റി സംസാരിക്കുകയാണ് ഞാൻ. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചിരുന്നത്. MBBSനോടൊപ്പം തന്നെ MBBS കഴിഞ്ഞ് ഇതിൻ്റെ കോച്ചിങ്ങിന് പോയി PG എഴുതാനായിട്ട് കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ 10,000, 5,000, 10,000 റാങ്ക് ഈ മോബ് ടെസ്റ്റിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ PG എഴുതുന്ന MBBS ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. 10,000 റാങ്ക് അപ്പുറത്തേക്ക് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് എഴുതുകയാണ്. PG ഫൈനൽ എക്സാമിൻ്റെ ദിവസമായി. അതിന് 2-3 ആഴ്ച മുമ്പ് എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇവിടെ വന്ന് വളരെ വലിയൊരു അത്ഭുതം ജീവിതത്തിൽ കിട്ടുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തണം എന്ന് പ്രാർത്ഥിക്കണമെന്നും മാതാവിനെ കണ്ട് നമ്മുടെ പ്രാർത്ഥന അറിയിക്കണമെന്നും ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങളിവിടെ വന്നു. വൈകുന്നേരമാണ് വരുന്നത്. ഞങ്ങൾ വന്ന് പിന്നെ പ്രാർത്ഥനയിലേക്ക് കടന്നു. ഇവിടെ വന്നു. ഒരു ദിവസം ഇവിടെ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കസേരയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയാണ്. അപ്പോൾ അച്ഛനെ ഞങ്ങളതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ നിത്യാരാധന ചാപ്പലിൻ്റെ അവിടെ അച്ഛൻ വന്നു. ഞങ്ങൾ പുറകിലിരിക്കുകയാണ്. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു. അച്ഛനിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞങ്ങൾ വന്ന കാര്യം പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ തലയിൽ എൻ്റെ 3 മക്കളും ഞാനും ഭാര്യയും ഉണ്ടായിരുന്നു. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ധൈര്യമായി പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. നമുക്കറിയാം 2.5 ലക്ഷം ഡോക്ടർമാർ എഴുതുന്ന പരീക്ഷയാണ്. 10,000-ത്തിനടുത്ത് കടന്നു വന്നിട്ടില്ല നമ്മൾ ഇതിനു മുമ്പുള്ള ടെസ്റ്റിൽ. പരീക്ഷ വരുമ്പോൾ എക്സാം പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു. 2.5 ലക്ഷം ഡോക്ടർമാർ എഴുതിയ പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 451ാമത്തെ റാങ്ക് ലഭിച്ചു. കേരളത്തിൽ 51ാമത്തെ റാങ്ക്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം. ആ മെഡിക്കൽ കോളേജിൽ MDക്ക് ജനറൽ മെഡിസിൻ എടുത്ത് പഠിക്കാനുള്ള അനുഗ്രഹമാണ് മാതാവ് തന്നത്. അത് നമുക്കെല്ലാം ജീവിതത്തിൽ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് വിശ്വസിക്കാൻ മേലാത്ത അത്ഭുതമാണ് മാതാവിൻ്റേത്. അച്ഛനെ വന്ന് കണ്ടു. നമ്മൾ സാക്ഷ്യം അറിയിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോഴും വരും. സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളിവിടെ എത്തും. എൻ്റെ 2ാമത്തെ മകനും മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ ഹൗസ് സർജനാണ്. മകൾ +2 പഠിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് നേടുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിൽ. ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവർ മാതാവിന് എല്ലാ ദിവസവും രാവിലെ ഒരു പൂ പറിച്ച് വെച്ചിട്ടേ സ്കൂളിൽ പോവുള്ളൂ. ഭാര്യ എപ്പോഴും പറയും പൂ വെക്കണം. ഞങ്ങളെല്ലാവരും, ഞാൻ കടയിൽ പോകുന്നതും, എനിക്ക് ടൗണിൽ തന്നെ ബിസിനസ്സാണ് കോട്ടയത്ത്, ഞാൻ പോകുമ്പോഴും പൂ പറിച്ച് വെച്ചിട്ടേ പോവുള്ളൂ. ഒരു ദിവസം പോലും മുടക്കാതില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ധൈര്യമായി വിശ്വാസത്തോടെ പറയാം. മാതാവിനോട് ഇവിടെ ഒന്ന് അപേക്ഷിച്ചാൽ, കൃപാസനത്തിലെ മാതാവിനോട് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാനും എൻ്റെ കുടുംബവും നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് പറയാൻ വയ്യ. അത്രമാത്രം അനുഗ്രഹമാണ്. ഞാനൊരിക്കലും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോൾ ഒരിക്കലും പോലും മക്കൾ അവിടെ പഠിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പഠിക്കാൻ അതുപോലെ പഠിക്കണം, മാർക്ക് ലഭിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ. MBBSന് അവിടെ കിട്ടിയില്ല, പുഷ്പഗിരിയിലാണ് കിട്ടിയത്. ആ പുഷ്പഗിരിയിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്ഭുതം തന്നെ മാതാവ് ജീവിതത്തിൽ. ഞങ്ങൾ നിത്യമായി നന്നായിട്ട് ഞങ്ങൾ എപ്പോഴും മാതാവിനെയും ഉണ്ണീശോയും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയ്ക്ക് എന്നും ഫലമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിക്കാൻ ഞങ്ങൾ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത, ഞങ്ങളുടെ കുടുംബത്തിലോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കാൻ പറ്റാത്ത കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാതാവ് കൈപിടിച്ച് മകനെ എത്തിച്ചു. ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളും അതുപോലെ പ്രാർത്ഥിച്ചാൽ കൃപാസനത്തിലെ മാതാവ് നമ്മളെല്ലാവരോടും എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യം തർക്കമില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും കേൾക്കും. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അറിയിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണിത്. ഇവിടെ തൻ്റെ മോൻ്റെ നീറ്റ് PG എക്സാമിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. ജോമി മാത്യു എന്ന മകൻ തൻ്റെ മകൻ്റെ സാക്ഷ്യമാണ് പറയുക. അപ്പോഴിവിടെ കേരളത്തിൽ
അതായത് ഇന്ത്യയിലാകമാനം 2 ലക്ഷത്തിലധികം പേരെഴുതുന്ന എക്സാം. അപ്പോൾ അതിൽ ഇവിടെ ഇവർ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ യാദൃച്ഛികമായിട്ടാണ് കാണുന്നത്. അച്ഛൻ ഇവരെ വിളിക്കുന്നു, കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നു. പിന്നീടുണ്ടായത് ഇവരുടെ ജീവിതത്തിൽ, അതായത് മോക്ക് പരീക്ഷകൾക്കൊക്കെ 5000-ന് മുകളിൽ റാങ്ക് 5000-ന് മുകളിൽ മാത്രമേ റാങ്ക് ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരവസരത്തിലാണ് നീറ്റ് PG പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി എഴുതുമ്പോൾ 441 റാങ്ക് കരസ്ഥമാക്കുകയാണ്. അതായത് കേരളത്തിൽ 51ാമത്തെ റാങ്ക്, ഇന്ത്യയിൽ ഒട്ടുക്ക് 441, കേരളത്തിൽ 51ാമത്തെ റാങ്ക്. 5000-ന് മുകളിലെ എപ്പോഴും മോക്ക് ടെസ്റ്റിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുക, നാം കേട്ട തിരുവചനം പോലെ തന്നെ നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നാം സജീവനായ ദൈവത്തിൻ്റെ പുത്രനോടാണ് പ്രാർത്ഥിക്കുക. നമ്മെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ഒരമ്മയും ഒരു ഈശോയുമാണ് നമുക്കുള്ളത്. അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും ഈശോ ഉപേക്ഷിക്കില്ല. അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.